ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മിറ ഡാഷ് ഡാഷ് എക്സ് ഡാഷ് ചാനലിലേക്ക് സ്വാഗതം. ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ പുതിയ വീട്ടിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന കേക്കിൻ്റെ വീഡിയോ. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ആവശ്യമുള്ളത് മിക്സി, നമ്പീഷൻ നെയ്യ്, ബ്രഷ്, മൈദാമാവ് വെള്ളത്തിൽ കലക്കിയത്, ഉപ്പ്, 2 മുട്ട, ഒരു പാൻ, പഞ്ചസാര, ഏലക്കാപ്പൊടി. ഇത്രയും സാധനമാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ആവശ്യം നമ്മുടെ ഈ മിക്സി ഒന്ന് തുറക്കണം. ഗീസ് ഭയങ്കര പാടൊക്കെ തുറക്കട്ടെ. അപ്പോൾ മിക്സി തുറന്നു. പിന്നെ അതിലേക്ക് നമുക്ക് ആദ്യം ഇടേണ്ടത് മുട്ടയാണ്. അപ്പം മുട്ട ഇടാം. നമുക്ക് മുട്ട ഇടാം ഗീസ്. മുട്ട വീഴുന്നില്ല ഗീസ്, ഭയങ്കര പാടാണ്. മുട്ട ഭയങ്കര പാടാണ്. എൻ്റെ മോനെ മുട്ട വീണോണ്ടിരിക്കണം ഗീസ്. മലക്കരി വീഴാണ് പാട്. ഇപ്പം മലക്കരി പൊട്ടിയെങ്കിലും വീണിട്ടുണ്ട്. നമുക്ക് അടുത്ത മുട്ട 2 മുട്ടയല്ലേ ആവശ്യമുള്ള. 2 മുട്ടയൊന്ന് പൊട്ടിച്ചിടണം. നന്നായിട്ടൊന്ന് തുറന്നു കൊടുക്കണം. മുട്ട 2 റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിനായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മൾ ഉപ്പ് ഇത്രയാണ് ഇടുന്നത്. ഇപ്പം അങ്ങോട്ട് മാറ്റാം. ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടത് പഞ്ചസാരയാണ്. പഞ്ചസാര നമുക്ക് ആവശ്യമായിട്ടുള്ള സ്പൂണിൽ ചേർക്കാം. അത് നന്നായിട്ട് അടിച്ചെടുക്കാം. നമ്മളിപ്പോൾ ഇടുന്നത് 3 സ്പൂണാണ് പഞ്ചസാര. ഇപ്പോൾ ഇടുന്ന സ്പൂൺ 3 സ്പൂണാണ് നമ്മളിടുന്നത്. ഇപ്പോൾ 3 സ്പൂൺ ഇട്ട് ഗൈസ് നമുക്കൊന്ന് അടച്ച് മാറ്റിയേക്കാം. ഇനി ആവശ്യമുണ്ട് തരും. പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് ഇത്തിരി ഏലക്ക പൊടിച്ചതാണ്. അപ്പോൾ ഏലക്ക ചേർത്ത് കൊടുക്കും. ഏലക്ക പൊടിച്ചതിനെ പറ്റി ഒരു ഉണ്ട സാധനം നന്നായിട്ട് കൊടുക്കണം. ഏലക്കാപ്പൊടി കൂടിയപ്പോൾ പ്രശ്നമൊന്നും ഇല്ലായിരിക്കുക. നമുക്ക് ഇത്തിരി നമ്പീഷൻ നെയ്യ് ഇട്ട് കൊടുക്കണം. നമ്പീഷൻ നെയ്യാണ് നമുക്ക് അടുത്തിട്ട് കൊടുക്കുക. നമുക്ക് ഇത്തിരി നമ്പീഷൻ നെയ്യ് അടിക്കുന്നതിൻ്റെ ഒട്ടത്തിട്ട് തിരികെ നമുക്ക് നമ്പീഷൻ നെയ്യ് ഇടാം. ഇത്ര കിട്ടുമോ? നല്ല മണമാണ് കേസ്. നമുക്ക് അടുത്തതായിട്ട് ഇടേണ്ടത് ഒരു ആവശ്യത്തിനായിട്ടുള്ള ഇതിനകത്ത് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് വെക്കണം. നന്നായിട്ടൊന്ന് ഇതിൻ്റെ കുറച്ച് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കും. ഇപ്പോൾ 1 സ്പൂൺ ചേർത്തു. നമ്മളങ്ങനെ 1 സ്പൂണായിട്ടൊക്കെ ചേർത്തില്ല. കുറച്ചിട്ടാൽ ആദ്യം അടിക്കാം. നേരെ നമുക്ക് മിക്സിയിൽ അടിക്കാൻ വെച്ചാം. അപ്പോൾ നമുക്ക് നേരെ മിക്സിയിൽ അടിക്കാം. എല്ലാം നന്നായിട്ട് അടിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് വയർ കുത്താം. നേരെ വയർ കുത്താം. നമുക്ക് 2 കൈ വേണം ലേസ്. നമുക്കൊരു കൈ ഇവിടെ വെക്കാം.
അപ്പോൾ അത് മിക്സ് നന്നായിട്ട് അടിച്ച് വരണമല്ല നന്നായിട്ട് വേണ്ട നമുക്കൊന്ന് എടുക്കാം. നല്ല ലൂസായിപ്പോയി സംശയം പ്ലീസ്. നമുക്ക് പഞ്ചസാര ആവശ്യത്തിന് ഇട്ട് കൊടുക്കണം. ഇതിൽ കൂടി ഇതുള്ളതെല്ലാം ഒന്ന് വെച്ച് കൊടുത്തത്. ഇത് തിക്കായിട്ട് വേണം കലക്കി കൊടുക്കാൻ. എല്ലാം നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത്ര കൂടെ പഞ്ചസാരയാണ് ആവശ്യം. പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കൂടി ഒന്ന് കറക്കി എടുക്കണം. നമുക്ക് തൊട്ടകത്ര ഉപ്പ് കുറച്ചൊന്ന് കറക്കിയെടുക്കാം. നമ്മൾ കറക്കാൻ മാത്രം ടേസ്റ്റ് എന്താ പ്രശ്നമെന്ന് അറിയത്തില്ല ഗൈസ്. കറക്കാമില്ല. മിക്സ് വറക്കാവുന്നില്ല. നന്നായിട്ട് വെച്ചിട്ട് നമ്മൾ അടിക്കാം. മതി, നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് നമ്മളിനി. നമുക്കൊന്ന് എടുക്കാം, പതുക്കാം. അതിൽ കനമുണ്ട് വീശി. ഇത് തുറക്കാം. നമുക്ക് ഇനി ഒന്ന് നോക്കാം. ഇപ്പോൾ കറക്റ്റായി. ഇനി നമുക്ക് ഗ്യാസ് തുറക്കാം. നമുക്ക് പാൻ വെച്ചൊന്ന് പാൻ ചൂടാവട്ടെ ഗൈസ്. അത് എടുക്കാൻ നമുക്ക് ഒരു തട്ട് വേണം മൂടി. അപ്പോൾ നന്നായിട്ട് പാൻ ചൂടാൻ നേരത്ത് നമുക്ക് നല്ലൊരു ബിരിയാണി വേണം. നല്ല ബിരിയാണി ഉണ്ടാകും. നമുക്ക് വേറെ കൂട്ടുണ്ടാക്കാം. ഉള്ള ബിരിയാണിയാണ് അപ്പോൾ വേറെ നമ്പിശനി നമുക്ക് ഇട്ട് ചുട്ടുണ്ടാകാൻ നമ്പിശനി എടുക്കാൻ ഒറിജിനലായിട്ടുള്ള നമ്പിശനി. നമുക്ക് ചൂടായി വരുന്നുണ്ട് ഗൈസ്. ഓണിലാണ് നമ്മൾ സിം വെച്ചിരിക്കുന്നുണ്ടോ. ചൂടായി വരുന്നുണ്ട്. നമുക്ക് പാനിലേക്ക് നമ്പിശ നെയ്യ് ചേർത്ത് കൊടുക്കാം. അതിനാണ് നമ്മൾ ഈ സാധനം എടുക്കുന്നത്. എന്നിട്ട് ചൂട് എന്നുള്ള അർത്ഥം നമുക്ക് നന്നായിട്ടൊന്ന് കുറച്ച് കൂടുതൽ നമ്പിശ നെയ്യാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് നമ്പിശ നെയ്യ് ചേർത്ത് കൊടുക്കണം. നമുക്ക് ഇത്ര കൂടുതൽ ചേർക്കണം. ഇതിലേക്ക് ഒന്ന് പറ്റിച്ചെടുക്കണം. നമ്പിശ മാറ്റമാണ് ഫുള്ള്. നമുക്കിതൊന്ന് സിമ്മിലോട്ട് വെക്കാം ഗൈസ്. അല്ലേ കരിന്ന് വേറുള്ളൂ. ഫുള്ള് എന്താണെന്ന് അറിയാത്ത പെട്ടെന്ന് എണ്ണയായി പോകുന്നുണ്ടോ. നമുക്കൊന്ന് ഫുള്ള് എല്ലാ സ്ഥലത്തും പറ്റിച്ചെടുക്കണം നമ്പിശനെ. പിന്നെ നമുക്ക് കഴുകാൻ പറ്റും. വെള്ളത്തിൽ വെച്ചപ്പോൾ കഴിയും.
നമുക്ക് നമ്പീശൻ നെയ്യ് കൊണ്ട് മാറ്റി കൊടുക്കാനുള്ളതാണ്. ഇനി നമുക്ക് നമ്പീശൻ നെയ്യ് നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന രീതിയിൽ ഇങ്ങനെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കും. കരണ്ട് മണം വരുന്നുണ്ട്. ഇനി നമ്മുടെ സാധനം വെച്ച് കൊടുക്കാം. ഇത് നമുക്കിത് വട്ടിച്ചഴിക്കാം. കട്ടിയൊന്നുമില്ല ഗൈസിന്, ഫുള്ള് ദിവസമായി പോയി ഗൈസ്. ഇനി നമുക്കിത് അടച്ചു 10 മിനിറ്റ് കഴിഞ്ഞു വരൂ. ഇനി 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾ വരേണ്ടതാണ് തിരിച്ച്. അപ്പോൾ നമുക്ക് 10 മിനിറ്റ് സമയം ഞാൻ പറയാവേ. ഒരു 7:15 നമുക്കതൊന്ന് എടുക്കാവുന്നതാണ്. നമുക്കപ്പം കുറച്ച് നേരം കഴിയുമ്പോൾ ഇത് റെഡി ആയിക്കോട്ടെ. നമുക്ക് ഇവിടെ നിൽക്കാം. ഇത്തിരി സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്ന കാര്യത്തിൽ നമുക്ക് ഒന്നും കൂടി തുറന്ന് നോക്കാം ഗൈസ്. ഇത് കരിഞ്ഞ ചില മണമൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് ചില്ലറ സിമ്മി വെച്ചാൽ ഞാൻ ഒന്നിലാക്കി ഉണ്ടായിരുന്നു. നമുക്ക് തിരിച്ചിടാം ഗൈസ്. നല്ല ലൂസാണ്. ലൂസ് 10 ഉണ്ട്. അത് കരിഞ്ഞ് പോയിട്ടുണ്ട് ഗൈസ്. നന്നായിട്ട് കണ്ടിട്ടുണ്ട്. കുറച്ചില്ല നമുക്ക് വരുത്താനായിട്ട് 2 സ്പൂൺ വരും വേണ്ട വരും. എൻ്റെ മോനെ വേണ്ട, 1 സ്പൂൺ മതി. എനിക്കത് മറിച്ചിടാൻ പറ്റുന്നില്ലല്ലോ, മറിച്ചിടാൻ പറ്റുന്നില്ലല്ലോ. കുളവായെന്ന് തോന്നുന്നു. ഇങ്ങനത്തെ ഉടക്കം വീഡിയോ ഞാൻ ചെയ്യാൻ വേണ്ടത്. നമുക്കത് നന്നായിട്ട് എന്ത് വേണം ഇതായോ കീറിട്ട് ഗൈസ്, ആരും അറിയണ്ട. നമുക്കിത് തന്നെ ഒന്ന് നന്നായിട്ട് കരിയിപ്പൊന്ന് മാറ്റണം. നമുക്കിത് അടച്ച് തന്നെ വെക്കണം. സേഫ് അത് തുറന്ന് വെച്ചാൽ പല പണി കിട്ടിയാലേ. കടച്ചൊക്കെ ഓർത്തോട്ട് നമുക്ക് ഇങ്ങനെ വെച്ചോളാം. വെളിച്ചുണ്ടായിരുന്നാലേ കൈ പൊളിക്കും. അപ്പോൾ നമുക്ക് കുറച്ച് നേരം കഴിഞ്ഞിട്ട് വരാം. കരിയുടെ മണം കേട്ട് ഞാൻ തുറന്നു നോക്കാൻ വരുവാണേ ഫ്രണ്ട്സ്. കരിൻ്റെ മണം കേട്ട് ഞാൻ തുറന്നു കൊടുക്കാൻ വന്നതാണ്. നമുക്ക് തുറന്നു നോക്കാം. കുഴപ്പമില്ല ഗൈസ്, കണ്ട നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാം ഒന്ന് റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് നമുക്ക് പാനിലോട്ട് തട്ടണം. അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. പാനിലോട്ട് എല്ലാവരും പാത്രത്തിലോട്ട് തട്ടണം. നമുക്കൊരു പാത്രം എടുക്കാം. ഈ പ്ലേറ്റിലാണ് നമ്മൾ തട്ടാൻ പോണത്. നമുക്ക് തന്നെ തട്ടാം. ബാക്ക് മൊത്തം കരിഞ്ഞിരിക്കുവാണെന്ന് നമുക്ക് വിശ്വാസം ഉണ്ടായില്ല. നമുക്ക് തട്ടിയെടുക്കാം. തട്ടാൻ ബാക്ക് കണ്ടോളൂ. നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ചതിയും പറ്റും. ബാഗൊക്കെ ആയിട്ട് സ്മൂത്തായിട്ടിരിക്കണമെങ്കിൽ നോയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. പഞ്ചറായാണ് ഫ്ലോപ്പാണ്. നമുക്ക് തിരിച്ചിടെങ്ങനെ തിരിച്ചിട്ടു. ഈ ടേസ്റ്റാണ് നമുക്കറിയേണ്ടത്. നമുക്ക് കത്തി വെച്ച് മുറിച്ചിക്കാം. അയ്യോ, മുറിക്കാൻ പാടാട്ടെ കേട്ടോ. ഉണ്ടാക്കാം ഭയങ്കര പാടാൻ മുറിക്കാൻ. നല്ല സ്റ്റിങ്ങായിട്ടാണ് ഇത് കിട്ടിയിരിക്കുന്നത്. നമുക്ക് രീതിയിലൊന്ന് മുറിച്ചെടുക്കാം. നമുക്കിത് എൻ്റെ വീട്ടിലേക്കുള്ള എല്ലാവർക്കും എടുക്കാനായിട്ട് നമുക്ക് നന്നായിട്ട് മുറിക്കണം. ഇവിടെ മുറിച്ച് ചൂടാണ് ഗൈസ്. നല്ല ചൂടുണ്ട് ഗൈസ്. ഇവിടെ നേരെ മുറിച്ചെടുക്കാം. ഇങ്ങനെ മുറിച്ചെടുത്ത് നമുക്ക് നോക്കാം. ചൂടാണ് ഗൈസ്. നമുക്ക് തിന്നാൻ പാടാ. നമ്മൾ തിന്നാൻ പോകണം. യാതൊരു വിധ കുഴപ്പമില്ല. നമുക്ക് ഇവിടെ വെക്കാം. ഇപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യാൻ മറക്കരുത്. ടാറ്റാ.